ടൈപ്സ് ഓഫ് ടെസ്റ്റിലുള്ള മറ്റൊരു ടെസ്റ്റാണ് chi-square ടെസ്റ്റ്. ഫസ്റ്റ് നമ്മൾ ടി ടെസ്റ്റ് പറഞ്ഞിരുന്നു. അപ്പം ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് chi-square ടെസ്റ്റ്. chi-square ടെസ്റ്റ് is developed by Carl Pearson. It's a non-parametric test. ഇതൊരു നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റ്. നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ there is no information about the population and its parameters. പാരാമീറ്റേഴ്സിനെ കുറിച്ചോ പോപ്പുലേഷനെ കുറിച്ചൊരു ഇൻഫോർമേഷൻസ് അവൈലബിൾ അല്ലാത്തതായിരിക്കും എന്ത് നോൺ പാരാമെട്രിക് ടെസ്റ്റ്. അപ്പം ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് സ്പെസിഫിക് ആയിട്ട് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയില്ല, ഇതിന് ഏത് ഡിസ്ട്രിബ്യൂഷനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും chi-square ടെസ്റ്റിൽ. സോ അതുകൊണ്ട് നമുക്ക് എന്താ chi-square ടെസ്റ്റ് ഇസ് ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റ് എന്ന് പറയാം. It describes the magnitude of difference between the observed frequency and expected frequency. അതായത് ഒബ്സർവ്ഡ് ഫ്രീക്വൻസിന്റെയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിന്റെ ഇടയിലുള്ള ഡിഫറൻസ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് എന്ത്, അതായത് ആ ഒരു ഡിഫറൻസ് കിട്ടുമ്പോൾ എത്ര ഡിഫറൻസ് ആണെന്നുണ്ടാവും. നമ്മളൊരു ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ഉണ്ടാവും, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. അത് തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഇത് യൂസ് ചെയ്യുന്നത്, chi-square ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. chi-square ടെസ്റ്റ് ഈസ് ഈസി ടു കാൽക്കുലേറ്റ്. പിന്നെ അതിന്റെ ഫോർമുലയാണ് ഉള്ളത്. chi-square ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. then is equal to summation of observed frequency minus expected frequency whole square divided by expected frequency. നെക്സ്റ്റ് chi-square ടെസ്റ്റിന്റെ യൂസേഴ്സ് ആണ്. ടു ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഇറ്റ് ബിറ്റ്വീൻ ഓഫ് ഒബ്സർവ്ഡ് ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ദാറ്റ് മീൻസ് നമ്മൾ ഒബ്സർവ് ചെയ്തിരിക്കുന്ന ഫ്രീക്വൻസി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിൽ എത്രത്തോളം മാച്ചിങ് ആണ്, അതിന്റെ ഡിഫറൻസ് എത്രത്തോളം ഉണ്ട് എന്ന്, അതായത് എത്രത്തോളം വലുതാണ്, അതിന്റെ ഡിഫറൻസ് ചെറുതാണോ വലുതാണോ, എത്രത്തോളം ഈക്വൽ ആണ് എന്നൊക്കെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഈ ടെസ്റ്റ് എന്താണ് chi-square ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതാണ് ടു ടെസ്റ്റ് ദ ഗുഡ്നെസ് ഓഫ് ഇറ്റ് ബിറ്റ്വീൻ ഓഫ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്നുള്ളത്. നെക്സ്റ്റ് ടു ടെസ്റ്റ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ്. അതായത് നമ്മൾ എടുക്കുന്ന ആട്രിബ്യൂട്ട്സ് അതായത് വേരിയബിൾസ് തമ്മിൽ ഇൻഡിപെൻഡൻസ് ആണോ, അതായത് മറ്റൊരു വേരിയബിളിന് മറ്റൊരു ആട്രിബ്യൂട്ടിന് അത് എന്താണ് ഡിപ്പെൻഡഡ് അല്ല എന്ന് ചെക്ക് ഇൻഡിപെൻഡന്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എന്താണ് chi-square ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടു ടെസ്റ്റ് ദ ഹോമോജനിറ്റി ഓഫ് ഡാറ്റ, അതായത് തന്നിരിക്കുന്ന ഡാറ്റ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്താ chi-square ടെസ്റ്റ് യൂസ് ചെയ്യും. പിന്നെ ടു ടെസ്റ്റ് ദ ഗിവൺ പോപ്പുലേഷൻ ആൻഡ് വേരിയൻസ്, പോപ്പുലേഷന്റെ വേരിയൻസ് നമ്മൾ എന്താ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് യൂസ് ചെയ്യും. then conditions of chi-square test. conditions of chi-square test എന്ന് പറഞ്ഞാൽ സാമ്പിൾ സൈസ് 15നേക്കാളും എന്താ കൂടുതലായാലാണ് നമ്മൾ chi-square ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി 5-ലായിരിക്കണം, 5 or 5-ൽ കൂടുതലോ ആയിരിക്കണം എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി വേണ്ടത്. ഇനി അതർവൈസ് ഇത് ലെസ് ദാൻ 5 ആണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യണം, അഡ്ജസന്റ് കാറ്റഗറിയുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് വേണം നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് chi-square ടെസ്റ്റിന്റെ. നമ്മൾ ആ യൂസേഴ്സിലെ ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ആൻഡ് പ്രൊസീജിയർ എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. അപ്പം എന്തായിരുന്നു ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എത്രത്തോളം അത് എന്താണ് ഒത്തുചേരുന്നുണ്ട്, അത് എത്രത്തോളം അത് രണ്ടും ഈക്വൽ ആണ് എന്നുള്ള രീതിയിൽ, അതായത് ആ വാല്യൂം ഈ വാല്യൂം തമ്മിൽ ഏകദേശം ഒരേപോലെയാണെന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്യുന്നതാണ് എന്ത് ഈ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്നുള്ളത്. അപ്പം എന്താണ് if the difference is large ആണെന്നുണ്ടെങ്കിൽ the data does not fit the theoretical distribution എന്ന് നമുക്ക് പറയാം. ഇനി സ്മോൾ ആണെന്നുണ്ടെങ്കിൽ എന്താ the data said to have a good fit എന്നും പറയാം. കാരണം എന്താണ് ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന വാല്യൂ കിട്ടിയിരിക്കുന്ന ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എന്തായിരിക്കും, ആയിരിക്കും, അതിനോട് ഒത്തുചേരുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റും. then അതിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ മുന്നേ
ടെസ്റ്റ് ചെയ്യാനൊരു ജനറൽ സ്റ്റെപ്സ് ഉണ്ടായിരുന്നു, പ്രൊസീജിയർ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്താ നൾ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ H0 നമ്മൾ സെറ്റ് ചെയ്യും. ദർ ഈസ് എ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. അതായത് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിലൊരു എന്താണ് ഏകദേശം ഒരു ഗുഡ്നെസ് ഓഫ് ഫിറ്റിലാണ് അവിടെ ഒരു എന്താണ്, അതായത് അത് ഒത്തുചേരുന്നുണ്ട് എന്ന രീതിയിൽ നമ്മൾ എന്താ അസ്യൂം ചെയ്ത് സെറ്റ് ചെയ്തിരിക്കും. അങ്ങനെയാണ് നമ്മൾ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ദർ ഈസ് നോ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ H1 സെറ്റ് ചെയ്യാം. H1 സെറ്റ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ H1 സെറ്റും ചെയ്യാം. H0 അതാണെന്നുണ്ടെങ്കിൽ H1 എന്ത് തന്നെയായിരിക്കും അല്ല എന്നുള്ള രീതിയിൽ. എന്നിട്ട് എന്താ നമ്മളുടെ ഏത് ടെസ്റ്റ് ആയിരിക്കും ഇവിടെ നമ്മൾ ഗുഡ്നെസ് ഓഫ് ഫിറ്റ്, അതായത് ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഇതാണല്ലോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തേ അപ്ലൈ ചെയ്യുള്ളൂ? Chi-square ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. Chi-square ടെസ്റ്റിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഓഫ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി മൈനസ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് whole square divided by expected frequency. ഇനി നമുക്ക് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഡിഗ്രി ഓഫ് ഫ്രീഡവും ഫൈൻഡ് ചെയ്യണം. അതിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ n മൈനസ് ആർ മൈനസ് 1. ആർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ്. ഇപ്പൊ നമ്മള് ക്വസ്റ്റ്യനില് നമുക്ക് ഫ്രീക്വൻസീസ് ഒക്കെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ഒക്കെ ഫൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പാരാമീറ്റേഴ്സ് നമ്മൾ ഫൈൻഡ് ചെയ്യും. ചിലപ്പോൾ മീൻ ഫൈൻഡ് ചെയ്യാം, അല്ലെങ്കിൽ വേരിയൻസ് ഫൈൻഡ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഒരു നമ്മൾ പാരാമീറ്റേഴ്സ് ഫൈൻഡ് ചെയ്യുന്നതെങ്കിൽ എത്ര പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് അതിന്റെ കൗണ്ട് ആയിരിക്കും എന്ത് ആർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സാധാരണ കോമൺ ആയിട്ട് എടുക്കുന്നത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ എന്നുള്ളത് നമ്മൾ സാധാരണ 5% ആണ് എടുക്കുന്നത്. അപ്പം ഈ നമ്മൾ എല്ലാ ടെസ്റ്റും നമ്മളിപ്പോ എന്താ കോമൺ ആയിട്ട് 5% എടുത്താൽ മതി. 5% അതായത് 0.05 ആയിരിക്കും എന്ത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഇനി ടേബിൾ വാല്യൂ ഫൈൻഡ് ചെയ്യണം. ടേബിൾ വാല്യൂ ബേസ്ഡ് ഓൺ എന്തായിരിക്കും ഡിഗ്രി ഓഫ് ഫ്രീഡം ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടേബിൾ വാല്യൂ നമ്മൾ ആ ലോഗരിതമിക് ബുക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫൈൻഡ് ചെയ്യുക. അതിൽ Chi-square ടെസ്റ്റിന്റെ 5%ലുള്ള എന്തുണ്ടായിരിക്കും ഒരു ടേബിൾ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് നമ്മൾ എന്താ ടേബിൾ വാല്യൂ ഫൈൻഡ് ചെയ്യും. അപ്പം പിന്നെ കൺക്ലൂഷനിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കാൽക്കുലേറ്റഡ് വാല്യൂം ടേബിൾ വാല്യൂം കമ്പയർ ചെയ്യുക. അത് ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ H0 അക്സെപ്റ്റ് ചെയ്യുക. ടേബിൾ വാല്യൂവിനേക്കാളും കൂടുതലാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാൽക്കുലേറ്റഡ് വാല്യൂ എങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന H0 റിജക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് പറയും? there is no goodness of fit between observed frequency and expected frequency. അതായത് H0 നമ്മൾ റിജക്ട് ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇത് ഒന്നും കൂടി മനസ്സിലാവുന്നതാണ്.